ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരിക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആദ്യ ദിവസത്തെ കളക്ഷൻ മാത്രം ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രകാരം വീണ്ടും വമ്പൻ കളക്ഷനിലേക്ക് സിനിമ കുതിക്കുന്നു. ഒപ്പം തന്നെ അടുത്തൊരു മൈൽ സ്റ്റോൺ നേട്ടത്തിനടുത്തേക്ക് സിനിമ എത്തപ്പെടാനായിട്ട് ഒരുങ്ങുന്നു എന്നൊരു റിപ്പോർട്ടാണ് ആവേശകരമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. 46 കോടി കടന്നിരിക്കുകയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ മാത്രം വേൾഡ് വൈഡ് പ്രീ സെയിൽ കളക്ഷൻ. ഒരു മലയാളം സിനിമയുടെ റെക്കോർഡ് എന്നതിലുപരി വേറെ ലെവൽ റെക്കോർഡ് നോക്കി പറയാവുന്ന ലെവൽ പ്രീ സെയിൽ കളക്ഷൻ ആണ് ലാലേട്ടൻ നായകനായി എത്തുന്ന എമ്പുരാൻ എന്ന സിനിമ ഇപ്പോഴത്തെ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനിയും ഒരു ദിവസത്തിലധികം ബാക്കിയുള്ളപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. ഫൈനൽ പ്രീ സെയിൽ കളക്ഷൻ 50 കോടി കടക്കുമെന്നാണ് നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാലേട്ടിന് 50 കോടി എന്തോ ഒരു ലഹരിയായിട്ട് മാറുന്നു എന്ന് നിസ്സംശയം പറയാം. മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ആദ്യമായിട്ട് 10 വർഷം മുന്നേ 2013 ആദ്യമായിട്ട് 50 കോടി വേൾഡ് വൈഡ് കളക്ഷൻ കാണിച്ചു തന്ന അതേ നടൻ ഇപ്പോഴത്തെ മലയാളം പോലെ മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന ചെറിയ ഇൻഡസ്ട്രി എന്നൊക്കെ പറയാവുന്ന അതേ ഇൻഡസ്ട്രിയിൽ നിന്നും 50 കോടി വേൾഡ് വൈഡ് ആദ്യ ദിവസം മാത്രം പ്രീസെയിൽ കളക്ഷൻ കാണിച്ചു തരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ ലെവൽ എന്നതിലുപരി പുതിയ വാക്കെല്ലാം തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ലാലേട്ടന്റെ 50 കോടിയുമായി ബന്ധപ്പെട്ട വിവിധ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് 50 കോടി കളക്ഷൻ കണ്ട സിനിമ ദൃശ്യമാണല്ലോ. സിനിമയിലെ നായകൻ ലാലേട്ടൻ ഇപ്പോഴത്തെ 50 കോടി പ്രീസെയിൽ കളക്ഷൻ നേടിയെടുക്കുന്നത് എമ്പുരാനാണല്ലോ. സിനിമയിലെയും നായകൻ ലാലേട്ടൻ. നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായി 50 കോടി കളക്ഷൻ കണ്ട സിനിമ അത് പുലിമുരുകനാണല്ലോ. 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അന്ന് 85 കോടിയാണ് കേരളത്തിൽ മാത്രം കളക്ഷൻ ആയിട്ട് നേടിയെടുത്തത്. വിദേശ രാജ്യത്ത് മാത്രം 50 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത ഒരു ലാലേട്ടൻ സിനിമയുമുണ്ട്. അത് ലൂസിഫർ എന്ന സിനിമയാണ്. ഇനി അടുത്തത് എമ്പുരാൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം മലയാളത്തിൽ ഏറ്റവും അധികം 50 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന താരവും ലാലേട്ടൻ തന്നെയാണ്. അതുപോലെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വെച്ച് 50 കോടിയിലധികം ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ കടന്ന സിനിമയും ലാലേട്ടന്റെ പേരിലുണ്ട്. ഒടിയൻ എന്ന സിനിമ 54 കോടിയാണ് 2018 ഫൈനൽ കളക്ഷൻ നേടിയെടുത്തത്. അങ്ങനെ ലാലേട്ടന് 50 കോടി ബന്ധം എന്ത് വേറെ ലെവൽ ബന്ധമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മോളിവുഡിന്റെ സ്വന്തം ലാലേട്ടൻ വുഡായി മാറിക്കഴിഞ്ഞ മോളിവുഡിന്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.